ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, കുറെ കാലമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് മുസ്ലിംസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഏത് തരത്തിലാണ് ഈ BJPയിലുള്ള നേതാക്കന്മാർ കാണുന്നതെന്ന് കുറെ കാലം മുമ്പേ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പം BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തുള്ള നമ്മുടെ ഓന്തുള്ള കുട്ടിയെ കുറിച്ച് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തെ ഏതോ ഒരു ഹജ്ജ് കമ്മിറ്റിയുടെ ഏതോ ഒരു വകുപ്പിൽ കൊണ്ടൊരു മൂലയിൽ കൊണ്ട് ഒതുക്കി ഇരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രൈസ്തവ മതത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ട് അയാളെയും ആ മൂലയിൽ കൊണ്ടിരുത്തും. എന്നിട്ട് ഇവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, ഞങ്ങൾ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന ചില ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഏട്ടന് വീണ്ടും പൊട്ടിച്ചിരിപ്പിച്ചു നമ്മളെ. കാരണം കഴിഞ്ഞ തൃശ്ശൂരിൽ നോമ്പ് തുറക്കാൻ വേണ്ടി വീണ്ടും നമ്മുടെ സുരേഷ് ഏട്ടൻ അവിടെ എത്തി. മറ്റേ നടുവരൽ കൊണ്ട് പഴയതുപോലെ തന്നെ കഞ്ഞിയൊക്കെ വടിച്ചു കുടിക്കുന്നത് നമ്മൾ കണ്ടു. സമയം നമ്മുടെ നടൻ വിജയ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു നോമ്പ് തുറ സംഘടിപ്പിച്ച് അദ്ദേഹം ഒരു ദിവസം ഉപവാസം എടുത്തു. ആ നോമ്പിന്റെ എല്ലാ പവിത്രകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ആ ജനങ്ങളോടൊപ്പം ഇരുന്നുകൊണ്ട് നോമ്പ് മുറിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോഴത്തേക്ക് കുരുപൊട്ടി ഒലിച്ച സംഖ്യകളെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാണുമ്പോൾ നിനക്കൊന്നും എന്താ കുരു പൊട്ടുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് ഇതിൻ്റെയൊക്കെ വായിക്കാത്ത പഴമാണോ തിരികെ വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്നാലും നമ്മളിപ്പോൾ മലപ്പുറം ജില്ല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ ഒരുപാട് മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ സുബൈർ ബാപ്പൂട്ടി എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. മലപ്പുറത്തുള്ള ഒരു കമറുൻ നിസ നല്ല അദബും കുരുത്തത്തിൽ നമ്മുടെ ഇവിടെ കുംഭമേളയിൽ പോയിട്ട് ആ ജലത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതൊക്കെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് കുരുപൊട്ടി കമൻ്റ് ഇട്ട കുറേ ആൾക്കാരുണ്ട്. അത് ഫേക്ക് ID വന്നിട്ട് ഈ മുസ്ലിങ്ങളെ തെറി പറയാൻ വേണ്ടി ചെയ്യുന്ന ചില എന്താ പറയുക ഉഡായിപ്പ് പരിപാടികളാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ പറയുന്നുണ്ട് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് ഈ സവർണ മേധാവിത്വം അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള താഴേക്കിടയിലുള്ള മനുഷ്യരെ പോലും വേണ്ട രീതിയിൽ പരിഗണിക്കാത്തടത്താണ് ഇനി മുസ്ലിംസിന് ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം പരിഗണിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും സുബൈർ ബാപ്പൂട്ടി എന്ന് പറയുന്ന BJP-കാരനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു രോദനം കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നിപ്പോയി പ്രിയപ്പെട്ടവരെ. എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കാരണം മലപ്പുറം ജില്ലയിൽ ഇന്ന് BJP-ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ചില വ്യക്തികളാണ് ഇവരൊക്കെ. നമ്മുടെ താത്ത പോയിട്ട് മുങ്ങിത്താന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാലും നമുക്ക് സുബൈർ ബാപ്പൂട്ടിയുടെ ഈ ഒരു രോദനം അത് നമുക്കൊന്ന് കേൾക്കാം. ഇത് കേട്ടിട്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണം. സുബൈർ ബാപ്പൂട്ടി പറയുന്ന പോലെ ശരിയുണ്ടോ അതോ തെറ്റാണോ എന്നുള്ളത്. നേരെ വീട്ടിലേക്ക് പോകാം. TP സുൽഫത്ത് എന്താണ് പാർട്ടി അർഹമായ സ്ഥാനം കൊടുത്തത്? ആദ്യ ജില്ലാ കമ്മിറ്റി അംഗമാക്കി, വീണ്ടും സംസ്ഥാന കമ്മിറ്റി അംഗമാക്കി. കമറുന്നിസ കാടാമ്പുഴ അവർക്ക് കാര്യപ്പെട്ട എന്തെങ്കിലും സ്ഥാനം കൊടുത്തോ? അവർക്ക് എന്തെങ്കിലും കഴിവില്ല എന്നാണോ? അവരൊക്കെ മറ്റുള്ള പാർട്ടിയിൽ പ്രവർത്തിച്ച് അങ്ങനെ അവരുടെ കഴിവ് തെളിയിച്ചതാണ്. അലിഹാജി, സത്താർ ഹാജി, അതുപോലെ അലിമോന്, ഹുസൈൻ വരിക്കോട്ടൂര്, അങ്ങനെ എത്ര മുസ്ലിം സഹോദരങ്ങള്. ഇവർക്ക് നിങ്ങൾ എന്ത് സ്ഥാനം കൊടുത്തത്? മോർച്ച പണിയെടുക്കാൻ വേണ്ടി ഒരു മോർച്ച കൂട്ടാനുള്ള ആയുധമായിട്ട് ഇന്ന് മുസ്ലിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. അധികാരത്തിൽ അള്ളിപ്പിടിച്ചു നിന്നിട്ട് ആ പാർട്ടി ഫണ്ട് വരുമ്പോ അടിച്ചു മാറ്റാനുള്ള കുറച്ച് ഊമ്പാക്കി നേതാക്കന്മാര്, ഊച്ചാളി നേതാക്കന്മാരല്ലാതെ ആരാ ഇന്ന് BJP ഉള്ളത്? അഥവാ ഒരു മുസ്ലിം സഹോദരൻ BJP ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ അവർ പറയും അവ STB-കാരനാണ്, അവ നമ്മുടെ പാർട്ടിയെ മനസ്സിലാക്കി ഉച്ച കൊടുക്കാൻ വന്ന ചാരനാണെന്ന് അവർ പറയാം. എന്താ പ്രശ്നം? എന്തുകൊണ്ട് BJP-യിൽ നിന്ന് നിങ്ങൾ മാറി? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പം BJP-ക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല? BJP-യെ വെറുത്തോ? BJP-യെ മടുത്തോ? പതിവ് പോലെ അവർ നിങ്ങൾക്കും പണി തന്നോ? അതല്ല നിങ്ങൾ അവരുടെ സ്വഭാവം മനസ്സിലാക്കി പാർട്ടി വിട്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. നിങ്ങൾക്ക് മനസ്സിലാക്കുക, ചിന്തിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാവും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് സുബൈർ ബാപ്പി കാര്യം പറയുന്നത്. എന്താ സംഭവിച്ചു കഴിഞ്ഞാല് BJP എന്ന പ്രസ്ഥാനം അവർക്ക് മുസ്ലിംസിനെ പേരിന് മാത്രമേ അവർ കൊണ്ടു നടക്കുന്നത്. അതായത് കരിവേപ്പില പോലെ. കരിവേപ്പിലന്റെ ഗുണം എന്താണ്? അത് വിശപ്പ് മാറാനൊന്നുമല്ല, ഭക്ഷണം സ്വാദ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് കരിവേപ്പില ഉപയോഗിക്കുക. അതുപോലെ തന്നെയാണ് മുസ്ലിംസിനെ അവർ കൊണ്ട് നടക്കുന്നത്. എന്താണ് മറ്റുള്ള പാർട്ടിക്കാർ, മുസ്ലിം ലീഗ് പോലുള്ള, കോൺഗ്രസ് പോലുള്ള മറ്റുള്ള പാർട്ടിക്കാർ പറയുമ്പോൾ നിങ്ങൾ വെറും തീവ്രവാദികളാണ്, ഏകാധിപതികളാണ്, നിങ്ങൾ മുസ്ലിം വിരോധികളാണ് എന്നൊക്കെ പറയുമ്പോൾ അവരോട് മറികടക്കാൻ ഞങ്ങളുടെ പാർട്ടിയിൽ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ മുസ്ലിംസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, സുബൈർ ബാപ്പുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാചകടിക്കാൻ മാത്രം മതി ഇവർക്ക്. ആര്? മുസ്ലിങ്ങൾ. അല്ലാതെ പ്രവർത്തിക്കാൻ ഇവർക്ക് മുസ്ലിങ്ങൾ വേണ്ട. പ്രവർത്തനത്തിന് ഞങ്ങൾ തന്നെ ധാരാളാ. പിന്നെ കുറച്ച് ഇൻഖിലാബ് വിളിക്കാനും കുറച്ച് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ക്യാമറക്ക് പോസ് ചെയ്ത് കൊടുക്കാനും ഇതിനൊക്കെ മാത്രം മതി മുസ്ലിംസ്, അല്ലെ? അല്ലാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? സത്യ സുബൈർ ബാബു പറഞ്ഞത് പറയുന്നത് മുഴുവൻ സത്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സുബൈർ ബാബുവിന് കുറെ ആൾക്കാർക്ക് ദേഷ്യം കേട്ടോ. നിങ്ങൾ ആലോചിച്ചത് ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു. പതിവിൽ വ്യത്യസ്ത മലപ്പുറം ജില്ല ഒന്നാണ്, എന്നാൽ അതിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ഏതെങ്കിലും ഒരു മുസ്ലിംസ് ഉണ്ടോ? 3 ജില്ലാ പ്രസിഡന്റുമാര്. മണ്ഡലങ്ങള്
എത്രയാണ്? 16 മണ്ഡലം, 32 മണ്ഡലം ഉണ്ട്. ഈ 32 എണ്ണത്തിൽ എത്ര മുസ്ലിംസ് ഉണ്ട്? ഇതേ മലപ്പുറം ജില്ലയിൽ മുസ്ലിംസ് കുറവാ? പാർട്ടിയിൽ മുസ്ലിങ്ങളില്ലേ? ഒന്ന് കണക്കെടുത്ത് നോക്കി നിങ്ങള്. എത്ര മുസ്ലിങ്ങളുണ്ട്? എത്ര വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് സ്റ്റേജ് പ്രോഗ്രാമും അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ വാചകടിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട് ഇല്ലേ? അവർക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു തരിപ്പ് സ്ഥാനങ്ങൾ കൊടുത്തോ? ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിക്ക് അതിന്റേതായിട്ടുള്ള ആ ഒരു അംഗബലത്തിൽ ഇവരും പാർട്ടിക്ക് പ്രാതിനിധ്യം, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇവർ വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ എന്തെങ്കിലും ഈ മുസ്ലിം സഹോദരങ്ങൾക്കോ സഹോദരിമാർക്കോ എന്തെങ്കിലും കൊടുത്തോ? എന്റെ സഹോദരിമാര് മുസ്ലിംസിലില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്ന ടി.പി. സുൽഫത്ത്. ടി.പി. സുൽഫത്തിന് എന്താണ് പാർട്ടി അർഹമായ സ്ഥാനം കൊടുത്തത്? ആദ്യം ജില്ലാ കമ്മിറ്റി അംഗമാക്കി, വീണ്ടും സംസ്ഥാന കമ്മിറ്റി അംഗമാക്കി. അംഗം വെട്ടാൻ മാത്രമേ ടി.പി. സുൽഫത്ത് നിങ്ങൾക്ക് പറ്റുള്ളൂ അല്ലെ? എന്തെങ്കിലും കാര്യപ്പെട്ട എന്തെങ്കിലും സ്ഥാനങ്ങൾ കൊടുത്തോ? അതുപോലെ ശ്രീ കമറുന്നിസ കാടാമ്പുഴ, അവർക്ക് നിങ്ങൾ കാര്യപ്പെട്ട എന്തെങ്കിലും സ്ഥാനം കൊടുത്തോ? അവർക്ക് എന്തെങ്കിലും കഴിവില്ല എന്നാണോ? അവരൊക്കെ മറ്റുള്ള പാർട്ടിയിൽ പ്രവർത്തിച്ച് അങ്ങനെ അവരുടെ കഴിവ് തെളിയിച്ചതാണ്. അങ്ങനെ അവരൊക്കെ മറ്റുള്ള പാർട്ടിയിൽ നിന്ന് വന്ന് ഈ പാർട്ടിയെ ഇഷ്ടപ്പെട്ട് കയറുമ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് തീവ്രവാദികള്, അവരൊക്കെ നിങ്ങൾക്ക് ഭീകരവാദികള്, അവരൊക്കെ മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ, ബി.ജെ.പി. ഇല്ലാതാക്കാൻ വേണ്ടുന്ന കുറച്ച് നുഴഞ്ഞുകയറ്റക്കാർ മാത്രമായിട്ട് ഈ മുസ്ലിം സഹോദരങ്ങളെയും സഹോദരിമാരെയും നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. എത്ര എത്ര കഴിവുള്ള നേതാക്കന്മാർ ബി.ജെ.പിയിൽ ഇന്ന് മുസ്ലിംസിലുണ്ട്. അലിഹാജി ഇല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന അലിഹാജി, മലപ്പുറം ജില്ലയിലെ കാര്യം പറയുന്നട്ടോ. അലിഹാജി, സത്താർ ഹാജി, അതുപോലെ അലിമോന്, ഹുസൈൻ വരിക്കോട്ടൂര്, അങ്ങനെ എത്ര എത്ര മുസ്ലിം സഹോദരങ്ങള്. എന്ത് ഇവർക്ക് നിങ്ങൾ എന്ത് സ്ഥാന കൊടുത്തത്? പറയുന്ന നേതാക്കന്മാരെ പറ. ഇപ്പൊ ജില്ലാ പ്രസിഡന്റുമാരെയും മണ്ഡലം പ്രസിഡന്റുമാരെയും മാത്രമേ തെരഞ്ഞെടുത്തുള്ളൂ. ബാപ്പു നിങ്ങൾ അല്ലാതെ വാചകടിക്കൊന്നും വേണ്ട, ഇനി ഒരുപാട് കമ്മിറ്റിക്കാരെ തെരഞ്ഞെടുക്കണം, അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊള്ളാന്ന് പറയും. നിങ്ങൾ ഉൾപ്പെടുത്തൂലേ? നിങ്ങൾ എന്ത് ചെയ്യും? അത് മൈനോറിറ്റി മോർച്ച ആർന്നിട്ട് മോർച്ചറിയിലേക്ക് തള്ളും നിങ്ങൾ. അവർ മോർച്ച ശുദ്ധീകരിക്കാൻ വേണ്ടി, ഇങ്ങനെ മോർച്ച പണിയെടുക്കാൻ വേണ്ടി ഒരു മോർച്ച കൂട്ടാനുള്ള ആയുധമായിട്ട് ഇന്ന് മുസ്ലിങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുന്നു. അല്ലാതെ നിങ്ങൾ ഈ മുസ്ലിംസിന് നിങ്ങൾ വേണ്ട രീതിയിൽ പ്രാതിനിധ്യം കൊടുത്തിട്ട് നിങ്ങൾ ഹൈ പൊസിഷനിൽ നിർത്തിയിട്ട് മറ്റുള്ള മുസ്ലിം സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പ്രചോദനമായി പ്രവർത്തിക്കാൻ ഇവരെ കയ്യിൽ നിങ്ങൾ കടിഞ്ഞാണ് കൊടുക്കൂലേ? അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരാത്തതും ഈ പാർട്ടിയെ വിശ്വാസത്തിൽ എടുക്കാത്തതും. സത്യാണ്. സുബീർ ബാബു എത്ര വർഷമായി പാർട്ടിയെ കാണുന്നതും അകത്തുനിന്ന് കാണുന്നതും പുറത്തുനിന്ന് വീക്ഷിക്കുന്നതും. ഇവിടെ സ്വഭാവം ശരിക്കും അറിയുന്നേ. ഒപ്പം കിടക്കുന്നവനെ രാപ്പനെ അറിയുള്ളൂല്ലോ അല്ലെ? അതേപോലെ നമുക്ക് ഈ കാര്യങ്ങളെ ഈ പാർട്ടിയിലേക്ക് നിൽക്കുമ്പോൾ തന്നെ അറിയും ഇവർ എത്രത്തോളം മുസ്ലിങ്ങളെ പ്യാർ മുഹബത്ത് കർത്താഹേ എന്ന്. അതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരാത്തത്. മുസ്ലിങ്ങളെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അധികാര സ്ഥാനം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ചെയ്ത് കാണിക്കുന്നു. വാക്കിൽ പോരാ, പ്രവർത്തനത്തിൽ വരണം. അങ്ങനെ വാക്കിൽ നിങ്ങൾ വലിയ മുസ്ലിം സ്നേഹിതരായിട്ട് കാര്യമില്ല, പ്രവർത്തനത്തിൽ നിങ്ങൾ കാണിക്കുക. അതിനുള്ള ഗഡ്സ് നിങ്ങൾ കാണിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മക്കളെ, ഈ മണ്ഡലം പ്രസിഡന്റിന്റെ കീഴിൽ വൈസ് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, അല്ലെങ്കിൽ മണ്ഡലം സെക്രട്ടറി, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ്, ഈ സ്ഥാനങ്ങളിലൊക്കെ മുസ്ലിം സഹോദരങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? സുബൈർ ബാബുവിന് വിശ്വാസമല്ല. അപ്പൊ ഇത് നമ്മുടെ സുബൈർ ബാപ്പുട്ടിയുടെ ഒരു രോധനമാണ്. കാരണം കുറെ വർഷങ്ങളായിട്ട് ബി.ജെ.പി. എന്ന പ്രസ്ഥാനത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്ഥാനം കിട്ടാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇതാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്. കാരണം ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും ഇതുപോലെ എന്താ പറയുക മോർച്ചറിയിലേക്ക് കൊണ്ട് തള്ളുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഇതുപോലുള്ള ചില ഊള നേതാക്കന്മാരാണ് ഈ പാർട്ടിയുടെ ശാപം എന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ള നമ്മുടെ സുബൈർ ബാപ്പുട്ടി, പിന്നെ ടി.പി. സുൽഫത്ത്, കമറുന്നിസ, ഇവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി എന്തും വേണ്ടി ത്യാഗമാണ് സഹിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, ഈ പറയുന്ന കമറുന്നിസ കഴിഞ്ഞ ദിവസം കുംഭമേളയിൽ പോയിട്ട് ആ ജലത്തിനകത്ത് മുങ്ങിപ്പൊങ്ങി എന്നിട്ട് വന്നിരുന്നുകൊണ്ട് പറഞ്ഞെന്താണ്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാർ മുസ്ലിങ്ങളാണ്, നിങ്ങൾ അവരെ മനസ്സിലാക്കണം, കാരണം അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ടി.പി. സുൽഫത്ത് പറഞ്ഞെന്താണ്, ഇവിടെ മുസ്ലിങ്ങൾ ഭയങ്കര വിഷയമാണ്. അപ്പം മുസ്ലിം സമുദായത്തിൽ നിന്ന് മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇതുപോലുള്ള ചില പിഴച്ച സന്തതികൾ, കൂതറകൾ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായപ്പോൾ അവര് ആ സമുദായത്തെ തള്ളിപ്പറഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഒലത്തി കൊടുക്കുമെന്നാണ് ഇവരെല്ലാം വിചാരിച്ചത്. പക്ഷേ ഒരു പുല്ലും ഇവർ കൊടുക്കത്തില്ല എന്നുള്ളത് നമുക്ക് പണ്ടേ അറിയാം. ഇപ്പോൾ ഓന്തദുള്ള കുട്ടീനെ ഒരു മൂലക്കൂട്ടിരുത്തിയിട്ടുണ്ട്, ഇതും നമ്മൾ കണ്ടതാണ്. അപ്പം രാഷ്ട്രീയ പാർട്ടിയിൽ ഈ ബി.ജെ.പി. എന്ന് പറയുന്ന പ്രസ്ഥാനം സവർണ മേധാവിത്വം ഉള്ള അല്ലെങ്കിൽ സവർണ മേധാവികളുടെ ഒരു കുത്തകയായിട്ട് കൈയവകാശം വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരിക്കലും അവർ ഇവരെപ്പോലുള്ള ആൾക്കാരൊന്നും മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കത്തില്ല. ഇപ്പൊ കേന്ദ്രത്തിൽ തന്നെ എടുത്തു നോക്കിയോ, ഈ പ്രസ്ഥാനത്തിനകത്ത് ഒരു MLA-യോ ഒരു മന്ത്രിയോ ആരെങ്കിലും ഉണ്ടോ? അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ആയി തീരാം എന്നുള്ള ധാരണയിൽ മുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ മത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ പ്രസ്ഥാനത്തിൽ പോയാൽ കരിയാപ്പിലയുടെ വില പോലെ, അതായത് കരിയാപ്പില സുബൈർ ബാപ്പുട്ടി പറഞ്ഞ കണക്ക് അത് വിശപ്പ് മാറ്റാനൊന്നുമല്ല, അതൊരു ഭംഗിക്ക് അല്ലെങ്കിൽ ഒരു സുഖത്തിന് വേണ്ടി ഒരു മണത്തിന് വേണ്ടി ഇടുന്ന ഒരു സാധനമാണ്. അത് കഴിയുമ്പോൾ അതെടുത്ത് ദൂരെ കളയുന്ന പോലെ നിന്നെയൊക്കെ എടുത്ത് ദൂരെ കളയുന്നത്. ഇതൊന്നും ഞാനല്ല പറഞ്ഞത്, ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള മുസംഗിയായിട്ടുള്ള സുബൈർ ബാപ്പുട്ടി തന്നെയാണ് ഈ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ മൂള വേണമെന്നുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ ഈ തലയ്ക്കകത്തൊരു സാധനം തന്നിട്ടുണ്ട്, അത് തലച്ചോറിന് അതിന്റെ പേര്. അപ്പൊ ആ തലച്ചോറിന്റെ ഭാഗത്ത് ചാണകം കയറ്റി വെച്ച് കഴിഞ്ഞാൽ
ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം ചിന്തിക്കുന്നവർക്കാണ് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം. അത് ചിന്തിക്കുമെന്ന് തന്നെയാണ് ഇനിയെങ്കിലും വിശ്വസിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു നല്ലൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സുബൈർ വാപ്പുട്ടി പറഞ്ഞ ഈ കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും